ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. രാജ്യകാര്യങ്ങളെല്ലാം അമാത്യവര്യന്മാരെ ഏൽപ്പിച്ചു. അവരെ കൂടി കാണുവാൻ സമയമില്ലാതെ അന്തപുരത്തിലാണ് സുഗ്രീവന്റെ അധിവാസം. കപീശ്വരന്റെ ഇത്തരത്തിലുള്ള പരിവർത്തനം കണ്ടപ്പോൾ കാലോചിതമായി ചെയ്യേണ്ടത് അറിയുന്നവനും നിശ്ചിതാർത്ഥനും അർത്ഥജ്ഞനുമായ ശ്രീ ഹനുമാൻ യുക്തിയുക്തമായ മനോജ്ഞ മധുരവാക്കുകളാൽ പ്രസാദിപ്പിച്ച് സാമധർമാർത്ഥ നയനങ്ങളാൽ പദ്യമായതും സ്നേഹപ്രീതി വിശ്വാസങ്ങളാൽ ആത്മവിശ്വാസമാർന്നതുമായ വർത്തമാനം രഹസ്യമായി തന്നെ സുഗ്രീവനോട് പറഞ്ഞു. പ്രഭോ, അവിടുന്ന് രാജ്യവും യശസ്സും സമ്പാദിച്ചു. വംശത്തിൻ്റെ ഐശ്വര്യത്തെ ലക്ഷ്മിയെ വളർത്തി. ഇനി ഒന്ന് ബാക്കിയുണ്ട്, മിത്രസംതൃപ്തി. അതാണിനി വേണ്ടത്. കാലോചിതമായി മിത്രങ്ങളിൽ പെരുമാറണം. അങ്ങനെയുള്ളവന് രാജ്യവും കീർത്തിയും പ്രതാപവും വർദ്ധിക്കും. ഏതൊരാൾക്കാണോ തന്മിത്രങ്ങൾ ഉള്ളത് അയാൾക്ക് ഭണ്ഡാരവും വലിയ സൈന്യങ്ങളും ഉണ്ടാകും. അവൻ രാജ്യാധിപനാകും. വാനരേശ്വര, കെട്ട വഴിയിൽ നിന്ന് നല്ല മാർഗത്തിലേക്ക് തിരിഞ്ഞ് ഇവിടുന്ന് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുവാൻ ശ്രമിക്കണം. സ്വന്തം സുഖങ്ങളെ പോലും ത്യജിച്ച് മിത്രകാര്യത്തിന് ഉത്സാഹത്തോടെ ശ്രമിക്കുന്ന ഒരുവന് ഒരു തരത്തിലുള്ള ആപത്തും വരുന്നതല്ല. സുഹൃത്തിനു വേണ്ട കൃത്യങ്ങൾ കാലം കഴിഞ്ഞ് അവ എത്രമാത്രം മഹാകാര്യങ്ങളായാലും ചെയ്യുന്നവൻ മിത്രസ്നേഹത്തിന് അർഹനല്ല. ശത്രുഞ്ജയനായ പ്രഭോ, സുഹൃത്കാര്യമായി നാം ചെയ്യേണ്ടത് ഇതാണ്. ശ്രീരാമസ്വാമിക്ക് വേണ്ടി സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കൽ. പ്രഭോ, അതിൻ്റെ കാലം തന്നെ അതിക്രമിച്ച മട്ടിലായി കഴിഞ്ഞു. അമേയ വിഘ്നനായ ആ മഹാപ്രഭു ഇവിടുത്തെ ഭാഗത്ത് നിൽക്കുക കൊണ്ട് മാത്രം കാലം കഴിഞ്ഞിട്ടും വെമ്പലുണ്ടെങ്കിൽ കൂടി അതറിയിക്കാതെ വസിക്കുന്നത് വാനരവംശത്തിന് നിസ്തൂല്യമായ മാഹാത്മ്യമാണ് ഇന്ന് സിദ്ധിച്ചിട്ടുള്ളത്. കാരണം മറ്റൊന്നല്ല, അചിന്ത്യ പ്രഭാവമുള്ള ദാശരഥിയുടെ ബന്ധുത്വം. ഇവിടത്തേക്കും അനേകം സദ്ഗുണങ്ങളുണ്ട്. രഘുവംശ നായകൻ ഇവിടത്തേക്ക് വേണ്ടതെല്ലാം ആദ്യമായി ചെയ്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നാം ചെയ്യേണ്ടതാണ്. സഹായത്തെ ഓർമ്മപ്പെടുത്തുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ട് കാലാതിക്രമം ഇപ്പോൾ വന്നിട്ടില്ല. പ്രഭോ, കപീന്ദ്രന്മാർക്ക് ഉടനെ കൽപ്പന കൊടുക്കൂ. ശ്രീരാമസ്വാമി ആവശ്യപ്പെട്ടതിനു ശേഷം ചെയ്യുന്നത് കാലം കഴിഞ്ഞിട്ടുള്ളതാകും. ഉപകാരങ്ങൾ യാതൊന്നും ചെയ്യാത്തവനും പോലും മഹാകാര്യങ്ങൾ സാധിപ്പിക്കുക ഇവിടുത്തെ പതിവല്ലേ. പിന്നെ ഇങ്ങോട്ട് സഹായം ചെയ്തവൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? ശക്തനും പരാക്രമിയുമായ വാനരാധിപനാണ് അവിടുന്ന്. സ്വത്തും നാടും ശ്രീരാമ ദേവപ്രീതിക്കായി വിനിയോഗിക്കാത്തത് എന്താണ്? ആജ്ഞകൾ കൊടുക്കാത്തത് എന്താണ്? പ്രഭോ, ഒരൊറ്റ ജീവിയുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് സുരാസുരേന്ദ്രന്മാരെയും നാഗേന്ദ്രന്മാരെയും കൂരമ്പുകൾ കൊണ്ട് കീഴടക്കുവാൻ രഘുവരന് സാധിക്കുമെന്ന് ഓർക്കണം. എന്നാൽ അവിടുത്തെ സത്യത്തെ ഓർത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. മരണത്തെ കൂടി ഗണിക്കാതെ ദേവൻ ഇവിടുത്തെ ആശകൾ ഏകി ആ മഹാപ്രഭുവിന് വേണ്ടി സ്വർഗത്തിലും ഭൂമിയിലും നാം സീതാദേവിയെ അന്വേഷിക്കണം. കപീശ്വര, ശ്രീരാമചന്ദ്രസ്വാമിക്ക് ദേവഗന്ധർവ യക്ഷ സുരാദികളോ മരുത്തുകളോ ഭയം ഏകില്ല. പിന്നെയാണോ രാക്ഷസന്മാർ? 14 ലോകങ്ങളിലുമുള്ള ശക്തിയെല്ലാം ദേവന്റെ കീഴിലാണ്. ആ ശ്രീരാമചന്ദ്രനാണ് ആദ്യം അവിടത്തേക്ക് ആനന്ദമേകിയത്. ആരുടെയും സഹായം ആവശ്യമില്ലാത്ത ആ മഹാപ്രഭുവിന് ഏതെങ്കിലും വിധത്തിൽ പ്രിയം ചെയ്യുവാൻ സാർവത്മന നാം ശ്രമിക്കണം. കപീശ്വര, ഇവിടുത്തെ കൽപ്പന പ്രകാരം ജാനകീദേവിയെ അന്വേഷിക്കാൻ ഇറങ്ങുന്ന ഞങ്ങളെ പാതാളത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ആകാശത്തിലോ സ്വർഗത്തിൽ പോലുമോ ഒരാളും തടുക്കില്ല. അഥവാ എന്തെങ്കിലും മാർഗതടസ്സം വന്നാൽ അതിനെ തകർക്കുവാൻ ശ്രീരാമദേവ കാര്യാർത്ഥം പോകുന്ന ജീവി ഏതിനും സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആർ എങ്ങോട്ട് എങ്ങനെയെല്ലാം പോകണമെന്ന് ആജ്ഞാപിക്കൂ. അജയ്യന്മാരായ വാനരശ്രേഷ്ഠന്മാർ തന്നെ കോടിക്കണക്കിൽ അവിടുത്തെ കീഴിലുണ്ടല്ലോ. സദവെ സുഗ്രീവൻ സാത്വികൻ ആയതുകൊണ്ട് ഈ വാക്കുകൾ ഉണർത്തി. സദ്ഗുണങ്ങൾ ഉയർന്നു. ചെയ്യേണ്ടത് ഓർമ്മ വന്നു. സർവദാ ഉത്സാഹിയും ആപ്തനുമായ നീലനെ അടുത്തേക്ക് വിളിച്ച്, അമാത്യശ്രേഷ്ഠനായ നീല, എല്ലാ സ്ഥലത്തുമുള്ള കവി സൈന്യങ്ങളും സേനാനായകന്മാരും അതിവേഗത്തിൽ കിഷ്കിന്ധയിൽ എത്തണം. സന്ദേശവാഹകന്മാർക്ക് ഉടനെ ആജ്ഞ കൊടുക്കൂ. രാജ്യാതിർത്തികളെ കാത്തു നിൽക്കുന്നവരും ഏറ്റവും വേഗതയുള്ളവരുമായ കവികൾ എൻ്റെ കൽപ്പനയനുസരിച്ച് സൈന്യങ്ങളെ ശീഘ്രം കൊണ്ടുവരട്ടെ. മാത്രമല്ല, പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ താങ്കൾ അത് ചെയ്യണം. എൻ്റെ അനുവാദത്തിന് പോലും കാക്കേണ്ട. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ ആജ്ഞ അനുസരിച്ച് ഇവിടെ എത്താത്തവരെ നിസ്സംശയം നിഗ്രഹിക്കാം. അതിന് മറ്റൊരാലോചന ആവശ്യമില്ല. വയോവൃദ്ധന്മാരായ വാനരവര്യന്മാരുടെ സമീപത്തിലേക്ക് അംഗദനൊന്നിച്ച് താങ്കൾ നേരിട്ട് പോകുകയും വേണം.
വീരനായ സുഗ്രീവൻ ഉഗ്രമായ കൽപ്പന അമാത്യവര്യന് കൊടുത്ത ശേഷം അന്തപുരത്തിലേക്ക് തന്നെ പോയി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.